ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബൂത്ത് അൽഗരിതമാണ്. നമ്മുടെ തേർഡ് മൊഡ്യൂളിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയാം ബൂത്ത് അൽഗരിതം. അപ്പോൾ ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് 3 വേസിലാണ്. ഒന്ന്, നമുക്ക് ബൂത്ത് അൽഗരിതം എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ അൽഗരിതം ചോദിക്കുമ്പോഴേക്കും അൽഗരിതത്തിൻ്റെ ഈ ഒരു പ്രൊസീജിയറും ഈ ഒരു ഫ്ലോ ചാർട്ടും വരയ്ക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ്, ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് ഒരു മൾട്ടിപ്ലയർ ഒരു മൾട്ടിപ്ലിക്കന് വർക്ക് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദിസ് ബൂത്ത് അൽഗരിതം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കേണ്ടി വരും. ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമുക്ക് ബൂത്ത് അൽഗരിതത്തിൻ്റെ ഒരു വർക്കിംഗ് പ്രൊസീജിയറിനെ നമ്മൾ ബൂത്ത് റീകോഡിംഗ് എന്ന് വിളിക്കും. റീകോഡിംഗ് എന്നും റെക്കോർഡിങ്സ് എന്നും പറയാം. ഓക്കെ, കാണിച്ചു തരാം. ലാസ്റ്റ് സെഷനിൽ നോട്ടിൻ്റെ ഒരു ലാസ്റ്റ് സെഷനിൽ ബൂത്ത് റീകോഡിംഗ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ബൂത്ത് റെക്കോർഡിങ്സ് എന്നും പറയും. ഓക്കെ, ഒരു മൾട്ടിപ്ലയറിൻ്റെ ബൂത്ത് റെക്കോർഡിങ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. ഇത് ഒരു 3 മാർക്കിൻ്റെ ഒരു 3 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. ഒരു ലാസ്റ്റ് ഇയറോ അതിന് തൊട്ട് മുന്നത്തെ വർഷത്തെ ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിൽ ബൂത്ത് റീകോഡിങ്സ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ബൂത്ത് അൽഗരിതമാണ്. ഈ അൽഗരിതം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതായിരുന്നു ഇത് ആക്ച്വലി. അപ്പോൾ ശരിക്കും ഇവിടെ നമ്മൾ 2 മൾട്ടിപ്ലയേഴ്സിനെ, അത് മൾട്ടിപ്ലിക്കൻറ്റും മൾട്ടിപ്ലയറും നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സമയത്ത് നിങ്ങൾ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കൻറ്റിനെ എം ആയിട്ടും മൾട്ടിപ്ലയറിനെ ക്യൂ ആയിട്ടും റെപ്രസെൻറ്റ് ചെയ്താൽ മതിയെന്ന്, അല്ലേ? മൾട്ടിപ്ലിക്കൻറ്റിനെ എം ആയിട്ടും മൾട്ടിപ്ലയറിനെ ക്യൂ ആയിട്ടും റെപ്രസെൻറ്റ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നമ്മുടെ നോട്ടിനകത്ത് അതിനെ ഞാൻ റീറൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി കിട്ടുന്ന നമ്പറിൽ ഇപ്പോൾ ഈ -9 ഉം -3 രണ്ട് നെഗറ്റീവ് വേണ്ട. ഫസ്റ്റ് നമുക്ക് ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും വെച്ചിട്ടുള്ള കേസ് നോക്കാം. ഓക്കെ, അതായത് 13ഉം -6ഉം. ഓക്കെ, സോ ഇവിടെ 13 ആണ് ഇവിടുത്തെ മൾട്ടിപ്ലിക്കൻറ്റ്. ഓക്കെ, അപ്പം ഞാൻ ഇവർ BR എന്നാണ് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ മൾട്ടിപ്ലിക്കൻറ്റിനെ എമ്മിലും മൾട്ടിപ്ലയർ എന്താണ് -6 ആണ്. സോ -6നെ ഞാൻ എവിടെയും കൊടുത്തു? ക്യൂവിലും കൊടുത്തു. ഓക്കെ, സോ നേരത്തെ നമ്മൾ സീക്വൻഷ്യൽ സർക്യൂട്ട് പഠിച്ച പോലെ തന്നെ ഇവിടെ എന്തുണ്ട്? ഒരു അറേസ് ഉണ്ട്, മൾട്ടിപ്ലിക്കൻറ്റിനെയും മൾട്ടിപ്ലയറിനെയും നമ്മുടെ റിസൾട്ടിനെയൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ അൽഗരിതത്തിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? നമ്മളുടെ ആൻസർ കിട്ടുന്ന നമ്മുടെ ഒരു രജിസ്റ്ററാണ് AC എന്ന് പറയുന്നത്. A എന്ന് നമ്മൾ വിളിച്ചു, AC എന്നോ A എന്നോ ഇഷ്ടമുള്ള പേര് വിളിക്കുക. ക്യൂവിലാണ് എന്തുള്ളത്? നമ്മുടെ മൾട്ടിപ്ലയർ ഉള്ളത്. അപ്പോൾ നമ്മൾ ശരിക്കും ഫസ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ എത്ര ബിറ്റ്സ് മിനിമം വെച്ചിട്ട് നമുക്ക് മൾട്ടിപ്ലിക്കൻറ്റിനെ മൾട്ടിപ്ലയറിനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നോക്കുക. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഹയസ്റ്റ് നമ്പർ ഓഫ് ബിറ്റ്സ് ഏതിനാണോ വന്നിരിക്കുന്നത് അത്രയും നമ്പർ ഓഫ് ബിറ്റ്സ് നമ്മൾ യൂസ് ചെയ്തിരിക്കണം. നമ്മുടെ ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ പ്രൊസീജിയറിൽ ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സ് അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതായത് ഓരോ രജിസ്റ്റേഴ്സും അത്രയും ബിറ്റ്സ് ആയിട്ട് നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് 13ഉം പിന്നെ എന്താണ് -6 ആണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത്. സോ നമ്മൾ ക്യൂവിലേക്ക് 6നെ എടുത്ത് വെച്ചു. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ ക്യൂവിലേക്ക് നമുക്ക് വേണ്ട എന്താണ്? -6ൻ്റെ വാല്യൂ, അല്ലേ? അപ്പം നമുക്ക് നോർമലി അറിയാം 6 എന്താണെന്ന്. 6ൻ്റെ ബൈനറി വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? 6ൻ്റെ ബൈനറി വാല്യൂ ആണ് 0 1 1 0 ആണല്ലോ. എന്നിട്ട് ഈ 6നെ നമുക്ക് എങ്ങനെയാണ് -0 ആക്കി മാറ്റാൻ പറ്റുന്നത്? ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് എടുക്കണം, അല്ലേ? +6 എന്ന് പറയുമ്പോഴേക്കും നമ്മൾ സൈൻ ബിറ്റോടെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതെന്തായിരിക്കും? ഇതാണ് അതിൻ്റെ സൈൻ ബിറ്റ് എടുക്കുവാണെങ്കിൽ സൈൻ ബിറ്റ് എന്താണ്? 0 ആണ്. ഇത് നമ്മുടെ 6ൻ്റെ വാല്യൂ. ഓക്കെ, ഇനി നമുക്ക് +6നെ നമ്മൾ എന്താക്കാൻ പോവാണ്? -6 ആക്കാൻ പോവാണ്. സോ -6 ആക്കുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം? ഇതിലെ ബിറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? 1's കോംപ്ലിമെൻറ്റ് കണ്ടിട്ട് -6 ആക്കുമ്പോഴേക്കും 1's കോംപ്ലിമെൻറ്റ് കണ്ടിട്ട് എന്ത് ചെയ്യണം? നമ്മൾ 1 വെച്ച് ആഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് ആവുമല്ലോ. സോ 1 + 1 നമുക്ക് എന്ത് കിട്ടും? 0 1 വരും, 0 1 1. ഓക്കെ, സോ ഇതാണ് ഏതെന്ന് പറയുന്നത്? -6. ഓക്കെ, സോ ഈ -6നെയാണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? നമ്മളുടെ ക്യൂ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ക്യൂ ഈസ് ഈക്വൽ ടു 1 1 0 1 0. ഓക്കെ, ഇനി നമ്മളുടെ മൾട്ടിപ്ലിക്കൻറ്റ് സെറ്റായി. മൾട്ടിപ്ലിക്കൻറ്റിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മൾട്ടിപ്ലിക്കൻറ്റ് 13 ആണ്. സോ നമുക്ക് 2 കോണ്ടെക്സ്റ്റുകളിൽ നമുക്ക് 13നെ യൂസ് ചെയ്യേണ്ടി വരും. അതപ്പോൾ വരുന്ന സമയത്ത് ഞാൻ പറയാം എന്താ അത് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ എല്ലാ BR കാണുന്നിടത്തും ജസ്റ്റ് M ആക്കി എഴുതിക്കോ. ഇത് എമ്മിൻ്റെ കോംപ്ലിമെൻറ്റ് +1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എമ്മിൻ്റെ 2's കോംപ്ലിമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രജിസ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു രജിസ്റ്റർ, ഒരു 5 ബിറ്റ് രജിസ്റ്റർ. പിന്നെ നമ്മുടെ -6 ആയതുകൊണ്ട് നമ്മുടെ ക്യൂവിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര വരും? 1 1 0 1 0 വരും. സോ 1 1 0 1 0 അങ്ങനെ തന്നെ എഴുതി കൊടുത്തു. ഇനി നമ്മൾ അഡീഷണലായിട്ട് നമ്മൾ ആരെയും കൂടെ കൺസിഡർ ചെയ്യണം. നമ്മുടെ ഒരു ക്യൂ ഒരു സിംഗിൾ ബിറ്റ് വാല്യൂ ക്യാരി ചെയ്യുന്ന ഒരു രജിസ്റ്റർ ഉണ്ട്. അതിൻ്റെ പേരാണ് QN+1. ഓക്കെ, അപ്പോൾ ഈ QN+1 എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സിനെ നമ്മൾ QN എന്ന് വിളിക്കാം.
അങ്ങനെയാണെങ്കിൽ ഒരു ക്യൂ ബിറ്റും കൂടെ ഉണ്ട്. നമ്മുടെ മൾട്ടിപ്ലയറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആളാണ് ഈ ഒരു ബിറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിനെ ഏത് പേരിൽ വിളിച്ചത്, Qn+1 എന്ന് വിളിച്ചത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇവിടെ നമുക്ക് എത്ര രജിസ്റ്റേഴ്സ് ഉണ്ട് നമ്മളുടെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. എ എന്ന് പറഞ്ഞാൽ എന്താണ്, ആൻസർ സ്റ്റോർ ചെയ്യുന്ന രജിസ്റ്റർ അല്ലെങ്കിൽ AC. പിന്നെ നമ്മുടെ മൾട്ടിപ്ലയർ ഇരിക്കുന്ന Q രജിസ്റ്റർ, അതിനകത്ത് N ബിറ്റ്സ് ഉണ്ട്. ഇനി അത് കൂടാണ്ട് Q-ആയിട്ട് അലൈൻഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു രജിസ്റ്ററാണ്, ഒരു സിംഗിൾ ബിറ്റ് ക്യാരി ചെയ്യുന്ന Qn+1. സോ ഇതിൻ്റെ ഈ ഒരു ബിറ്റിൻ്റെ തൊട്ട് അഡ്ജസ്റ്റൻറ്റ് ബിറ്റായിട്ട് നമ്മളതിനെ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് അതിന് Qn+1 എന്നുള്ള പേര് കൊടുക്കാനുള്ള കാരണം. ഓക്കെ, അൽഗോരിതത്തിനകത്ത് നമ്മളിതൊന്നും ഡിസ്ക്രൈബ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സ് ഇതൊക്കെയാണെന്നുള്ളത് പറഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇനി നമ്മളുടെ കയ്യിൽ എന്തുകൊണ്ടൊരു ഒരു കൗണ്ടറുണ്ട്. ഓക്കെ സോ ഈ സ്റ്റാറ്റസ് കൗണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ സീക്വൻസ് കൗണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര തവണ നമ്മൾ ഈ ഒരു അൽഗോരിതം നമ്മൾ റിപ്പീറ്റ് ചെയ്യണം, ഈ അൽഗോരിതമിക് പ്രൊസീജിയർ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം എന്നാണ് ഈ കൗണ്ട് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഈ കൗണ്ടിൽ സാധാരണ നമ്മൾ നേരത്തെ എല്ലാ മീൻസ് മൾട്ടിപ്ലയർ എടുത്താലും നമ്മളുടെ എന്താണ് ഡിവിഷൻ, റീസ്റ്റോറിങ് ഡിവിഷൻ പ്രോസസ്സ് എടുത്താലും അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കൗണ്ടിൻ്റെ വാല്യൂ എത്രയായിരുന്നു, നമ്മളുടെ കയ്യിലുള്ള നമ്മുടെ മൾട്ടിപ്ലയറിൽ എത്ര ബിറ്റ്സ് ഉണ്ടോ അതിൻ്റെ വാല്യൂ ആയിരിക്കും നമ്മളുടെ കൗണ്ടറായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പം SSCയുടെ വാല്യൂ, സീക്വൻസ് കൗണ്ടറിൻ്റെ വാല്യൂ നമ്മൾ എന്തായിട്ട് കൊടുത്തു, എത്ര ബിറ്റ്സ് ഉണ്ടെന്ന് നോക്കിക്കേ. നമ്മുടെ ക്യൂവിൽ എത്ര ബിറ്റ്സ് ഉണ്ട്, 1 1 0 1 0. എത്ര ബിറ്റ്സ് ഉണ്ട്, 5 ബിറ്റ്സ് ഉണ്ട്. സോ നമ്മൾ 5, നിങ്ങൾ എഴുതുന്ന സമയത്ത് 5 എന്ന് എഴുതിയാൽ മതി കേട്ടോ. അവിടെ നിങ്ങൾ 1 0 1 0 1 എന്നൊന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ എഴുതി തെറ്റിക്കരുത്. അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ എഴുതാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ എഴുതിക്കോ. എന്നിട്ട് ഫൈനലി നമ്മൾ ആൻസർ എഴുതുന്ന സമയത്ത് രജിസ്റ്റേഴ്സ് അല്ലേ, അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ബിറ്റ് വാല്യൂസ് ആയിട്ട് നമ്മളതിനെ പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയാലും മതി. എന്നിട്ട് 5 എഴുതിയിട്ട് അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ 5 കൊടുത്തിട്ട് ഫൈനലി 101 എന്ന് എഴുതിയാലും മതി. ഒരിക്കലും ഇവിടെ 101 ഒക്കെ എഴുതി വെച്ചിട്ട് ഷിഫ്റ്റ് ഓപ്പറേഷനകത്തൊന്നും ഈ 101 ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾ തെറ്റിച്ച് വെക്കരുത്. അറിയാവുന്ന കാര്യങ്ങൾ പോലും തെറ്റിക്കരുത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ന്യൂമറിക്കൽ വാല്യൂ തന്നെ ഇട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ബൈനറി വാല്യൂ നമുക്ക് വേണമെങ്കിൽ റൈറ്റോട്ട് നിങ്ങൾ എഴുതി വെച്ചാലും മതി. ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് ഒരിക്കലും തെറ്റില്ല. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ഇവിടുത്തെ ആക്ച്വൽ ഓപ്പറേഷൻ, നമ്മുടെ അൽഗോരിതം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇവിടെ ഐഡൻറ്റിഫൈ അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്ന എന്താ, നമ്മുടെ മൾട്ടിപ്ലയറിൻ്റെ എന്ത് ചെയ്യും, ലാസ്റ്റ് ബിറ്റും, അതായത് ഇത് നമ്മൾ Qn+1 എന്ന് വിളിക്കുവാണെങ്കിൽ മൾട്ടിപ്ലയറിൻ്റെ ലാസ്റ്റ് ബിറ്റിനെ നമുക്ക് എങ്ങനെ വിളിക്കാം, Qn എന്ന് വിളിക്കാം. അപ്പോൾ ഈ Qn-ഉം അതിൻ്റെ തൊട്ടടുത്തുള്ള Qn+1 കൂടെ നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. ഓക്കെ, സോ Qn-ഉം Qn+1 കൂടെ കമ്പയർ ചെയ്യും. ഈ കമ്പാരിസന് 2 ബിറ്റ്സ് അല്ലേ ഉള്ളത്, അപ്പം 4 പോസിബിലിറ്റീസാണ് ഉള്ളത്. ആ 4 പോസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ ഒരു അൽഗോരിതത്തിൽ പോയി നോക്കാം. ഓക്കെ, ഈ Qn-ഉം Qn+1-നും 4 പോസിബിലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ Qn-ഉം Qn+1-നും എന്താവാം, Qn-ഉം Qn+1-നും ഈക്വൽ വാല്യൂസ് ആകാം. രണ്ടുപേരുടെയും വാല്യൂസ് ഈക്വൽ ആവാം. എന്ന് പറഞ്ഞാൽ എന്താ, 0 0 ആവാം അല്ലെങ്കിൽ 1 1 ആവാം. ഈ രണ്ട് കോണ്ടെക്സ്റ്റിലും Qn-ഉം Qn+1-നും ഈക്വൽ അല്ലേ. അപ്പോൾ രണ്ട് വാല്യൂസും ഈക്വൽ ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഓപ്പറേഷൻ ജസ്റ്റ് ഷിഫ്റ്റ് റൈറ്റ്. എന്താണ്, അരിത്തമാറ്റിക് ഷിഫ്റ്റ് റൈറ്റ് ആണ്. ചുമ്മാ ഷിഫ്റ്റ് റൈറ്റ് അല്ല, അരിത്തമാറ്റിക് ഷിഫ്റ്റ് റൈറ്റ് ഓപ്പറേഷനാണ് നമ്മൾ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ രണ്ട് Qn-ഉം Qn+1-നും ഈക്വൽ ആണെങ്കിൽ, അത് 0 0-യിലായിക്കോട്ടെ 1 1-യിലായിക്കോട്ടെ, ഇഫ് ബോത്ത് ദ ബിറ്റ് വാല്യൂസ് ആർ ഈക്വൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് അരിത്തമാറ്റിക് ഷിഫ്റ്റ് റൈറ്റ് മാത്രം ചെയ്യുക. ഓക്കെ, ഇനി ഇവർ രണ്ടുപേരും ഡിഫറെൻ്റ് ആവുന്ന കോണ്ടെക്സ്റ്റുകളുണ്ട്. ഓക്കെ, ഈ ഡിഫറെൻ്റ് ആവുന്ന കോണ്ടെക്സ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ ആകാം, 0 1 ആകാം, 1 0 ആകാം. ഓക്കെ, 0 1 ആകാം, 1 0 ആകാം. അപ്പോൾ 0 1 എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഒരു ചെറുതിൽ നിന്ന് നമ്മൾ വലുതിലേക്ക് ഒരു ചേഞ്ച് കൊടുക്കുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പോസിറ്റീവ് ചേഞ്ച് അല്ലേ, ഒന്നുമില്ലാത്തടത്തുനിന്ന് നമുക്കൊരു 1 കിട്ടി. അപ്പം ഇവിടുത്തെ ഓപ്പറേഷൻ എന്താണ്, ഒരു പോസിറ്റീവ് ഓപ്പറേഷൻ. പോസിറ്റീവ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ റിസൾട്ടിനെ എന്ത് ചെയ്യണം, നമ്മളുടെ എന്ത് വെച്ചിട്ടാണ്, മൾട്ടിപ്ലിക്കൻ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, സോ അപ്പോൾ എന്ത് ചെയ്തു, നമ്മളുടെ AC-യുടെ വാല്യൂ എന്തായിട്ട് മാറണം, AC+m ആവണം. AC-യിൽ നമ്മളെന്ത് കൊടുക്കണം, AC+m കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നേരത്തെ ചെയ്ത അതേ ഓപ്പറേഷൻസ് തന്നെ. എന്താ ചെയ്യുന്നത്, AC-യിലേക്ക് അല്ലെങ്കിൽ A-യിലേക്ക് എന്ത് കൊടുക്കുക, A-യിലുള്ള വാല്യൂവിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മൾട്ടിപ്ലിക്കൻ്റിനെയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? അപ്പോൾ 0 1 ആകുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി 1 0 ആവുന്നു. അപ്പോൾ 1 0 എന്ന് അനലൈസ് ചെയ്യുവാണെങ്കിൽ നോക്കിക്കേ, ഉണ്ടായിരുന്ന വാല്യൂ ഇല്ലാണ്ടായിപ്പോയി. അപ്പോൾ എന്താണ്, ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു സിഗ്നിഫിക്കൻസ് അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ഇതിൻ്റെ അങ്ങനെയൊന്നും അല്ല കേട്ടോ ലോജിക്ക്, നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിനും തെറ്റിപ്പോകാതിരിക്കാനും വേണ്ടിയിട്ട് ഞാൻ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു തരുന്നതേ ഉള്ളൂ. ഒരിക്കലും ഇങ്ങനൊന്നും, അതുകൊണ്ടാണ് നമ്മളിവിടെ മൈനസ് ചെയ്യുന്നതെന്നൊന്നും നിങ്ങൾ അൽഗോരിതത്തിനകത്ത് നിങ്ങൾ ഘോരം എഴുതി വെക്കരുത്. ഇത് സിംപ്ലി നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എടുക്കുന്ന ഓർഡറും തെറ്റിപ്പോരുത്. ആദ്യം Qn+1 എടുത്തിട്ട് പിന്നെ Qn എടുത്തു കഴിഞ്ഞാലും ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് മാറും. അപ്പോൾ ആദ്യം Qn, ദെൻ തൊട്ട് റൈറ്റുള്ളത് Qn+1, അതിൻ്റെ ഓർഡർ 1 0 ആകാം, 0 1 ആകാം. ഓക്കെ, അപ്പോൾ 1 0
എന്ന് പറഞ്ഞാൽ എന്താ, ഉണ്ടായിരുന്നൊരു വാല്യൂ ഇല്ലാണ്ടായിപ്പോയി. അപ്പോൾ ഇവിടുത്തെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നെഗറ്റീവ് ഓപ്പറേഷൻ. എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മളുടെ അക്യുമുലേറ്ററിലോട്ട് എന്ത് ചെയ്യുക, ഓൾറെഡി ഉള്ള അക്യുമുലേറ്ററിൻ്റെ വാല്യൂവിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യുക, നമ്മളുടെ മൾട്ടിപ്ലിക്കൻറ്റിനെ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. ഈ സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, അഡീഷൻ ഓപ്പറേഷനായിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണം, എ സി ഈക്വൽ ടു എ സി പ്ലസ് എ സി ഈസ് ഈക്വൽ ടു എ സി പ്ലസ് എന്താണ്, ഇതിൻ്റെ 2's കോംപ്ലിമെൻറ്റ്, അതായത് കോംപ്ലിമെൻറ്റഡ് വാല്യൂ ഓഫ് എം പ്ലസ് 1. ഇനി ഇത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ ഓൾറെഡി അത് കുറേ തവണ പറഞ്ഞു കഴിഞ്ഞ പോയിൻറ്റ്സ് ആണ്. സോ എ സി ഈക്വൽ ടു 2's കോംപ്ലിമെൻറ്റ് ഓഫ് എം എടുക്കുവാണെങ്കിൽ നമുക്കതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് വാല്യൂ കിട്ടും. അപ്പോൾ ആ വാല്യൂ എ സിയുമായിട്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ രജിസ്റ്ററിൽ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ അൽഗോരിതം. അപ്പോൾ അൽഗോരിതത്തിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. ഇനി എല്ലാ ഓപ്പറേഷൻസിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നമ്മുടെ കൗണ്ടറിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഓരോ ഓപ്പറേഷൻ കഴിയുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സീക്വൻസ് കൗണ്ടർ അല്ലെങ്കിൽ നമ്മുടെ കൗണ്ടറിൻ്റെ വാല്യൂ ഒന്ന് കുറയ്ക്കണം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കൗണ്ടറിൻ്റെ വാല്യൂ ഒന്ന് കുറയ്ക്കണം. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഷിഫ്റ്റ് ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ അരിത്തമാറ്റിക് ഷിഫ്റ്റ് റൈറ്റ് ഓപ്പറേഷൻ എല്ലാ കോണ്ടെക്സ്റ്റുകളിലും ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഇതിനൊന്ന് ജസ്റ്റ് സമ്മറൈസ് ചെയ്യുവാണ്. ഒന്നും കൂടെ ഒന്ന് പറയാം. അപ്പോൾ നമുക്ക് ക്യു എൻ വാല്യൂം ക്യു എൻ പ്ലസ് 1 ഉണ്ട്. അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ, അതായത് ക്യു എനും ക്യു എൻ പ്ലസ് 1 ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, നമുക്ക് അരിത്തമാറ്റിക് ഷിഫ്റ്റ് റൈറ്റ് മാത്രം ചെയ്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, കൗണ്ടറിൻ്റെ വാല്യൂ ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യുക. എസ് സി ഈക്വൽ ടു എസ് സി മൈനസ് 1. ഓക്കെ, ഇനി നമ്മൾ ഓരോ സെപ്പറേറ്റ് കോണ്ടെക്സ്റ്റുകൾ നോക്കണം. 0, 1 പോസിറ്റീവ് ആണ്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, എ സി ഈക്വൽ ടു അല്ലെങ്കിൽ എ സിയിലേക്ക് എ സി പ്ലസ് നമ്മളുടെ എന്തിൻ്റെ വാല്യൂ ആണ്, മൾട്ടിപ്ലിക്കൻറ്റിൻ്റെ വാല്യൂ, എമ്മിൻ്റെ വാല്യൂ, അത് നമ്മൾ കൊടുത്തു. എന്നിട്ട് ആ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യണം, ആസ് യൂഷ്വൽ ഷിഫ്റ്റ് ചെയ്യണം, കൗണ്ടർ ഡിക്രിമെൻറ്റ് ചെയ്യണം. ഈ ഷിഫ്റ്റ് ചെയ്യുക, കൗണ്ടർ ഡിക്രിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് കോമൺ ഓപ്പറേഷനാണ്, എല്ലാവർക്കും ഉണ്ട്. ഇനി നമുക്ക് 1, 0 നോക്കുവാണെങ്കിൽ എന്താ, ഉണ്ടായിരുന്ന ഒരു വാല്യൂ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ്, നെഗറ്റീവ് ഓപ്പറേഷനാണ്. ദാറ്റ് ഈസ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ അക്യുമുലേറ്ററിൻ്റെ വാല്യൂ അല്ലെങ്കിൽ രജിസ്റ്ററിൻ്റെ വാല്യൂ ഇസ് ഈക്വൽ ടു എന്താക്കണം, എ സി മൈനസ് എം കൊടുക്കാം. നമ്മൾ ബി ആർ ഉള്ള സ്ഥലങ്ങളെല്ലാം എം വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എ സി മൈനസ് എം കൊടുക്കുക. എ സി മൈനസ് എമ്മിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എ സിയിലേക്ക് എന്ത് കൊടുക്കുക, എ സി പ്ലസ് എമ്മിൻ്റെ 2's കോംപ്ലിമെൻറ്റ് വെച്ചിട്ടുള്ള അഡീഷൻ. ഓക്കെ ആണോ? എന്നിട്ട് ഈ പ്രോസസ്സ് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, ഷിഫ്റ്റ് റൈറ്റ് ചെയ്യണം, അരിത്തമാറ്റിക് ഷിഫ്റ്റ് റൈറ്റ് ചെയ്യണം, കൗണ്ടറിൻ്റെ വാല്യൂ ഒന്ന് കുറയ്ക്കണം. ഈ പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ഇവിടുത്തെ ഡിസിഷൻ പാരാമീറ്ററിൻ്റെ വാല്യൂ എന്താണ്, നമ്മുടെ ഈ കൗണ്ടറിൻ്റെ വാല്യൂ 0 ആകുവാണെന്ന് വരെ. ഇപ്പം എസ് എസ് സി നോട്ടിക്കൽ ടു 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രോസസ്സ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് നമ്മൾ ക്യു എന്നിൻ്റെയും ക്യു എൻ പ്ലസ് 1ൻ്റെയും വാല്യൂ കമ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. എപ്പോഴാണ് നമ്മൾ ഈ എസ് സിയുടെ വാല്യൂ 0 ആവുകയാണെങ്കിൽ വി ക്യാൻ സ്റ്റോപ്പ്. ദിസ് ഈസ് ദ അൽഗോരിതം. ഓക്കെ, ഈ അൽഗോരിതത്തിലേക്ക് നമുക്ക് ഷിഫ്റ്റ് റൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഷിഫ്റ്റ് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ സിയിലുള്ള വാല്യൂ, ക്യൂവിലുള്ള വാല്യൂ, ക്യു എൻ പ്ലസ് 1ലുള്ള വാല്യൂവിനെയും ഒരു സിംഗിൾ രജിസ്റ്റർ കണ്ടൻ്റായിട്ട് നമ്മൾ എടുക്കും. അതായത് സിംഗിൾ യൂണിറ്റ് ആയിട്ട് നമ്മൾ എടുത്തിട്ട് അതിലായിരിക്കും നമ്മൾ ഏത് ഓപ്പറേഷൻ ചെയ്യുന്നത്, അരിത്തമാറ്റിക് ഷിഫ്റ്റ് റൈറ്റ് ചെയ്യുന്നത്, ഇവർ 3 പേരിൽ. ഓക്കെ, എന്നിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ എവിടെ തന്നെ ആയിരിക്കും ഉണ്ടാവുക, ഈ എ സിയിലും ക്യൂവിലുമുള്ള ടോട്ടൽ ബിറ്റ്സ് ആയിരിക്കും നമ്മളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി നമ്മൾ നോർമലി ഒരു എന്ത് അൽഗോരിതം എന്ന് പറയുന്നത്, ഒരു ബൂത്ത് അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ആൻസർ സ്റ്റോർ ചെയ്യാനുള്ള ഫസ്റ്റ് രജിസ്റ്ററിൻ്റെ വാല്യൂ എന്തുമായിരിക്കും, 0 ആയിരിക്കും. ക്യു എൻ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു രജിസ്റ്ററാണ്, അതിൻ്റെ ഇനീഷ്യൽ വാല്യൂ എന്തുമായിരിക്കും, 0 ആയിരിക്കും. പിന്നെ നമ്മുടെ കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, എൻ ആണ്. എൻ മീൻസ് വാട്ട്, ദ ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ ദ മൾട്ടിപ്ലയർ. നമ്മുടെ ക്യൂവിലുള്ള അല്ലെങ്കിൽ നമ്മുടെ മൾട്ടിപ്ലയറിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സിൻ്റെ കൗണ്ടായിരിക്കും എസ് എസ് സിയിൽ നമ്മൾ സെറ്റ് ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ, സോ ഇവിടെ നമ്മൾ ഈ പേരെല്ലാം മാറ്റിക്കോണേ. എമ്മും ക്യൂവും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനനുസരിച്ച് നിങ്ങൾ ബുക്കിൽ അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു പോസിറ്റീവ് നെഗറ്റീവ് നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോഴേ നമുക്ക് ആ ഒരു ഡിഫറൻസ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ 13ഉം -6ഉം പോസിറ്റീവ് നെഗറ്റീവ് ആണല്ലോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, ഒബ്വിയസ് ആയിട്ടും ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ രജിസ്റ്റേഴ്സ് എല്ലാം നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. സോ നമ്മളുടെ ആൻസർ സ്റ്റോർ ചെയ്യുന്ന വേരിയബിളാണ് എ സി. നമ്മളുടെ മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യുന്ന രജിസ്റ്ററാണ് ക്യു എൻ. ക്യു എന്നിൽ വരേണ്ട വാല്യൂ എന്താണ്, -6 ആണ്. സോ -6നെ നമ്മൾ -6ൻ്റെ വാല്യൂ നമ്മൾ ജനറേറ്റ് ചെയ്തു, സൈൻ ബിറ്റൂടെ സെറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ അതിനെ നമ്മൾ എന്ത് ചെയ്തു, ക്യു എന്നിൽ നമ്മൾ പ്ലേസ് ചെയ്തു. ഇനി നമുക്കറിയാം നമ്മൾ എ സിയിലും ക്യു എൻ പ്ലസ് 1ലും ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, 0 വാല്യൂസ് വെച്ച് ഫില്ല് ചെയ്യും. അപ്പോൾ ക്യു എൻ പ്ലസ് 1നകത്തൊരു സിംഗിൾ ബിറ്റേ ഉള്ളൂ. സോ നമ്മളവിടെ 0 കൊടുത്തു. എന്നിട്ട് എ സിയിൽ എത്ര ബിറ്റ്സ് ഉണ്ട്, എത്രയാണോ നമ്മളുടെ മീൻസ് മൾട്ടിപ്ലയറിനകത്തുള്ളത് അത്രയും നമ്പർ ഓഫ് ബിറ്റ്സ് എവിടെയും വരണം, എ സിയിലും വരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 5 ബിറ്റ്സ് ആണ് ക്യു എന്നിലുള്ളത്. അതുകൊണ്ട് നമ്മൾ 5 ബിറ്റ്സ് എ സിക്കും കൊടുത്തു. ഓക്കെ ആണോ?
ഓക്കെ. സോ ഇനി ഇവിടെ നടക്കുന്ന പ്രോസസ്സാണ്. നമ്മളിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൗണ്ടിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം 5 ആയിട്ട് സെറ്റ് ചെയ്തു. ഇനി നമ്മുടെ ഈ ഒരു ആക്ച്വൽ പ്രോസസ്സിലേക്ക് നമ്മൾ കയറാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് എന്താണ്, നമ്മളുടെ QNൻ്റെയും QN+1ൻ്റെയും കൂടെ വാല്യൂ എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം. ഇതൊന്ന് റബ്ബ് ചെയ്ത് ശരിയാക്കട്ടെ. ഓക്കെ. അപ്പോൾ QNൻ്റെയും QN+1ൻ്റെയും കൂടെ വാല്യൂ എടുത്ത് നമുക്ക് എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം. ഓക്കെ. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ ഇനി ചെയ്യാനുള്ളത്? ചുമ്മാതെ അരിത്തമാറ്റിക് റൈറ്റ് ഷിഫ്റ്റ് ചെയ്താൽ മതിയോ, അതോ നമ്മൾ അക്യുമുലേറ്റൻ്റ്, അതായത് എ സിയുടെ വാല്യൂ നമ്മുടെ മൾട്ടിപ്ലിക്കൻറ്റുമായിട്ട് ആഡ് ചെയ്യണോ, അതോ നമ്മൾ എ സിയുടെ വാല്യൂ നമ്മൾ മൾട്ടിപ്ലിക്കൻ്റെ വാല്യൂ ആയിട്ട് സബ്ട്രാക്ട് ചെയ്യണോ, എന്നിട്ട് ഷിഫ്റ്റ് ചെയ്യണോ, എന്താ നമുക്കൊന്നും അറിയത്തില്ല. അതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഏതൊക്കെ ബിറ്റ് വാല്യൂസാണ് QNൻ്റെയും QN+1ൻ്റെയും വാല്യൂസ് നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് നോക്കുമ്പോൾ തന്നെ എന്താണ്, QNൻ്റെ വാല്യൂയും QN+1ൻ്റെ വാല്യൂ എന്താണ്, ഈക്വൽ ആണ്. സോ QNും QN+1ഉം ഈക്വൽ ആണെങ്കിൽ എന്താണ്, രണ്ട് വാല്യൂസും 1 1 ആണെങ്കിലും 0 0 ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്താൽ മതി, ഷിഫ്റ്റ് ചെയ്തിട്ട് കൗണ്ടറിൻ്റെ വാല്യൂ ഒന്ന് കുറച്ചാൽ മതി. ഷിഫ്റ്റ് ചെയ്തിട്ട് ഈ കൗണ്ടിൻ്റെ വാല്യൂ ഒന്ന് കുറച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഇവിടെ ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. എന്ത് ടൈപ്പ് ഓഫ് ഷിഫ്റ്റിംഗാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? അരിത്തമാറ്റിക് റൈറ്റ് ഷിഫ്റ്റ് ആണ്. എന്താണ് ചെയ്യുന്നത്? അരിത്തമാറ്റിക് റൈറ്റ് ഷിഫ്റ്റ് ആണ്. ആണല്ലോ. അരിത്തമാറ്റിക് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ MSB ബിറ്റ് അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യും. എന്നിട്ട് ഈ ബിറ്റിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് ബിറ്റായിട്ട് നമ്മൾ ഇങ്ങനെ ട്രാവേഴ്സ് ചെയ്യും. കുഴപ്പമില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്തു, ഈ ബിറ്റിനെ ഇങ്ങോട്ട് കൊടുത്തു, ഈ ബിറ്റിനെ ഇങ്ങോട്ട് കൊടുത്തു, ഈ ബിറ്റിനെ ഇങ്ങോട്ട് കൊടുത്തു, ഈ ബിറ്റിനെ ഇങ്ങോട്ട് കൊടുത്തു, ഈ ബിറ്റ് ഇങ്ങോട്ട് പോയി. എന്നിട്ട് ഈ 1 ഇങ്ങോട്ട് വന്നു, ഈ 1 ഇങ്ങോട്ട് വന്നു, ഈ 0 ഇങ്ങോട്ട് വന്നു, ഈ 1 ഇങ്ങോട്ട് വന്നു, ഇവിടെ ഉണ്ടായിരുന്ന 0 ഇങ്ങോട്ട് പോയി. റൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് ഏറ്റവും റൈറ്റ് മോസ്റ്റ് ബിറ്റ് എന്താണ്, ഇതാണ്. അതെന്തായിപ്പോൾ ഡ്രോപ്പ് ചെയ്തു പോകും. മനസ്സിലായോ? എന്നിട്ട് നമ്മളിത് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൗണ്ടിൻ്റെ വാല്യൂ ഒന്ന് കുറയ്ക്കുക. 5 മാറി എന്തായി മാറും, 4 ആയി മാറും. ഓക്കെ അല്ലേ? അപ്പോൾ 5 മാറി 4 ആയി മാറി. ഇനി നമുക്ക് എത്ര ഓപ്പറേഷൻസ് കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, 4 ഓപ്പറേഷൻസും കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് സൈക്കിൾ നമ്മുടെ കഴിഞ്ഞു. ഫസ്റ്റ് സൈക്കിളിൽ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. അതായത് രണ്ടും 0 0 ആയിരുന്നു. അപ്പോൾ അരിത്തമാറ്റിക് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, കൗണ്ടിൻ്റെ വാല്യൂ ഒന്ന് കുറയ്ക്കുക. ഓക്കെ. ഇനിയിപ്പോൾ ഓക്കെ ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് നോക്കേണ്ട എന്താണ്, ഇവിടുത്തെ വാല്യൂ നോക്കുക. അതായത് QNൻ്റെയും QN+1ൻ്റെയും വാല്യൂ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മൾ കയറുവാണ്. അവിടെ ചെയ്യുന്ന സമയത്ത്, അവിടെ എഴുതുന്ന സമയത്ത് നമ്മൾ കാണുന്നത് എന്താണ്, QNൻ്റെ വാല്യൂ 1ഉം ദെൻ QN+1ൻ്റെ വാല്യൂ എന്താണ് 0യും. സോ നമുക്ക് 1 0 വന്നു. 1 0 വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മുടെ മീൻസ് റിസൾട്ടിലോട്ട് എയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, 1 0, അതായത് ഉണ്ടായിരുന്ന വാല്യൂ ഇല്ലാണ്ടായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു നെഗറ്റീവ് ഓപ്പറേഷനാണ് A = A - M ആണ് ചെയ്യേണ്ടത്. A = A - M. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അരിത്തമാറ്റിക് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, കൗണ്ടിൻ്റെ വാല്യൂ ഒന്ന് കുറയ്ക്കുക. കൗണ്ട് = കൗണ്ട് -1. ഓക്കെ. സോ ഇത്രയും ഓപ്പറേഷൻസ് ആണ്, ഈ 3 ഓപ്പറേഷൻസ് ആണ് QNൻ്റെയും QN+1ൻ്റെയും വാല്യൂസ് ഡിഫറെൻ്റ് ആണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഓർമ്മയുണ്ടോ അതൊക്കെ? ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം. QNും QN+1ഉം ഡിഫറെൻ്റ് ആണെങ്കിൽ, QNും QN+1ഉം ഡിഫറെൻ്റ് ആണെങ്കിൽ, എങ്ങനെയാണെങ്കിൽ 1ൽ നിന്ന് 0 ആണെങ്കിൽ നമ്മൾ 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് എന്താണ്, AC നമ്മൾ എന്ത് ചെയ്യുക, AC - M കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അരിത്തമാറ്റിക് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, തേർഡിൽ കൗണ്ടിൻ്റെ വാല്യൂ SC ആണെങ്കിൽ S, C ആണെങ്കിൽ കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ C എന്ന് മാത്രം എഴുതിയാൽ മതി. SC = SC - 1. അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ചെയ്തേക്കുന്നത് എന്താണ്, AC = AC - M. അപ്പോൾ അതിവിടെ ചെയ്തേക്കുന്നത് എന്താണ്, സബ്ട്രാക്ഷനാണ്. അതിനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം, അഡീഷനായിട്ട് കൺവേർട്ട് ചെയ്യണം. അഡീഷൻ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ചുമ്മാ എടുത്തിട്ട് ആഡ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, AC നമ്മൾ എന്ത് ചെയ്യണം, ACയിലുള്ള വാല്യൂൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, കോംപ്ലിമെൻറ്റ് 2's കോംപ്ലിമെൻറ്റ് ഓഫ് M കണ്ടുപിടിച്ചുകൊണ്ട് വന്നിട്ട് ആ വാല്യൂ വേണം നമ്മൾ യൂസ് ചെയ്യാൻ അല്ലേ. അപ്പോൾ നമുക്ക് ഈ ത്രൂ ഔട്ട് ദ അൽഗോരിതത്തിൽ നമുക്ക് വേണ്ടി വരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, 2's കോംപ്ലിമെൻറ്റ് ഓഫ് M നമുക്ക് വേണ്ടി വരും. അപ്പോൾ M നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 2's കോംപ്ലിമെൻറ്റ് നമ്മൾ സേഫായിട്ട് ആദ്യം തന്നെ കണ്ടുവയ്ക്കുവാണെങ്കിൽ ആ വാല്യൂവിനെ എടുത്തങ്ങ് യൂസ് ചെയ്താൽ പോരെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഈ ഒരു എമ്മിൻ്റെ 2's കോംപ്ലിമെൻറ്റ് നിങ്ങൾ ആദ്യം തന്നെ കണ്ടുവയ്ക്കുക. അതുകൊണ്ടാണ് അവരിങ്ങനെ ഈ ഒരു സ്റ്റേജിലൂടെ എഴുതിയേക്കുന്നത്. BRന് പകരം M കൊടുക്കുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, 2's കോംപ്ലിമെൻറ്റ് ഓഫ് M, BM കോംപ്ലിമെൻറ്റ് +1. സോ ഇവിടുത്തെ BR എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ M എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, മൾട്ടിപ്ലിക്കൻറ്റിൻ്റെ വാല്യൂ എന്ത് വരുന്നു, 13 ആയിരുന്നു. സോ 13ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി 1 1 0 1 എഴുതുക. നമ്മൾ എത്ര ബിറ്റിലാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്,
5 ബിറ്റ്സിൽ അല്ലേ. കാര്യം മൾട്ടിപ്ലയർ വന്നിരിക്കുന്നത് എത്ര ബിറ്റ്സിലാണ്? 5 ബിറ്റ്സിലാണ്. എന്നിട്ട് അതിന് എന്ത് ചെയ്യണം? 2's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇവിടെ 1 കൊടുക്കുക, ഇവിടെ 0 കൊടുക്കുക, ഇവിടെ 0 കൊടുക്കുക, ഇവിടെ 1 കൊടുക്കുക, ഇവിടെ 0 കൊടുക്കുക. ഓക്കെ, ഇത് 1's കോംപ്ലിമെൻറ്റായി. എന്നിട്ട് അതിൻ്റെ 2's കോംപ്ലിമെൻ്റ് ആക്കണം. സോ +1 ചെയ്തു, 1 കിട്ടി, 1 കിട്ടി, 00 കിട്ടി, 1 കിട്ടി. ഓക്കെ, സോ 100 11 ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ 2's കോംപ്ലിമെൻറ്റ് ഓഫ്, അതായത് m കോംപ്ലിമെൻറ്റ് +1 എന്ന് പറയുന്നത് 2's കോംപ്ലിമെൻറ്റ് ഓഫ് m എന്ന് പറയുന്നത്. കുഴപ്പമില്ലല്ലോ. അപ്പോൾ എവിടേക്കാണോ നമ്മൾ AC ടെൻസ് ടു AC -m ചെയ്യേണ്ടി വരുന്നത് അവിടെയൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് ആരെ യൂസ് ചെയ്യാം? പ്ലസ് സിമ്പിൾ ഇട്ടിട്ട് നമുക്ക് ആരെ യൂസ് ചെയ്യാം? ഈ എമ്മിൻ്റെ, അതായത് ഈ ഒരു വാല്യൂ 100 11നെ നമുക്ക് യൂസ് ചെയ്യാം. പറ്റത്തില്ലേ? ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? 100 എടുത്തു, അതായത് -m ആയിരുന്നു നമുക്ക് വേണ്ടത്. സോ ഇതാണ് -mൻ്റെ വാല്യൂ. അതിനെടുത്ത് നമ്മളിവിടെ കൊടുത്തു, നമ്മുടെ എയിലേക്ക് കൊടുത്തു. എ ഓൾറെഡി 0 ആയിട്ടിരിക്കുവാണ്. സോ അഡീഷൻ നടക്കും. 0 + 1 1 കിട്ടും, 0 + 1 1 കിട്ടും. നെക്സ്റ്റ് ബാക്കി സീറോസ് ആണ്, ഇവിടെ മാത്രമേ ഒരു 1 ഉള്ളൂ. അപ്പോൾ 100 നമുക്ക് കിട്ടും. കിട്ടില്ലേ? ഈ 1 സബ്ട്രാക്ട് ചെയ്യുന്ന പ്രോസസ്സ് അവിടെ കഴിഞ്ഞു. എന്നിട്ട് നമുക്ക് ഓൾറെഡി ഉള്ള നമ്മുടെ QNൻ്റെ വാല്യൂ അങ്ങനെ തന്നെ എടുത്ത് എഴുതി 0 1 1 0 1. പിന്നെ നമ്മുടെ QN+1 ഇപ്പോൾ എന്താണ്? ഒരു ചേഞ്ചും വന്നിട്ടില്ല, അങ്ങനെ തന്നെ കൊടുത്തു. എന്നിട്ട് നമ്മുടെ കൗണ്ടിന് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല, അതങ്ങനെ തന്നെ കൊടുത്തു. സോ നമ്മുടെ ഇവിടെ സബ്ട്രാക്ഷൻ മാത്രമായിരുന്നു നമ്മുടെ ഓപ്പറേഷൻ ചെയ്യേണ്ടത്. ആ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോഴേക്കും AC മാത്രമാണ് ചേഞ്ച് വരുന്നത്. ബാക്കിയെല്ലാം ഈ സെയിം വാല്യൂസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. കണ്ടോ? ഒരു ചേഞ്ചും വന്നിട്ടില്ല. നമ്മുടെ സ്റ്റേജ് കഴിഞ്ഞിട്ടില്ല, ഒരു സൈക്കിളിൽ എല്ലാ ഓപ്പറേഷൻസും കഴിഞ്ഞിട്ടില്ല. ഫസ്റ്റ് ഓപ്പറേഷൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് ഷിഫ്റ്റും ചെയ്യണം, കൗണ്ടും ഡിക്രിമെൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിനി ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, അരിത്തമാറ്റിക് റൈറ്റ് ഷിഫ്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ അരിത്തമാറ്റിക് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണോ MSBയിലുള്ളത് അതങ്ങനെ തന്നെ താത്തെഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ബിറ്റിനെ ഓരോന്ന് വീതം റൈറ്റിലോട്ട് മൂവ് ചെയ്യിക്കുക. സോ 1 വന്നു, 0 ഇവിടെ വന്നു, 0 ഇവിടെ വന്നു, 1 ഇവിടെ വന്നു. അപ്പോൾ 5 ബിറ്റും സെറ്റായി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ 1നെ അടുത്ത QNലേക്ക് നമ്മൾ പാസ് ചെയ്തു, Qയിലേക്ക് നമ്മൾ പാസ് ചെയ്തു. നെക്സ്റ്റ് ഈ 0 ഇവിടെ വന്നു, ഈ 1 ഇവിടെ വന്നു, ഈ 1 ഇവിടെ വന്നു, ഈ 0 ഇവിടെ വന്നു, ഈ 1 ഇങ്ങോട്ട് പോയി. അപ്പോൾ ഏറ്റവും റൈറ്റ് മോസ്റ്റ് ആയിട്ടുള്ള 0 എന്താണ്? ഇത് ഡ്രോപ്പായി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ അരിത്തമാറ്റിക് റൈറ്റ് ഷിഫ്റ്റ് ചെയ്തു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? കൗണ്ടിൻ്റെ വാല്യൂ ഒന്ന് കുറയ്ക്കണം. സോ കൗണ്ട് 4 ആയിരുന്നു, അതിനിപ്പോൾ എന്തായി മാറും? 3 ആയി മാറും. കൗണ്ട് ഇപ്പോൾ എന്തായി മാറി? 3 ആയി മാറി. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സൈക്കിൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് സൈക്കിൾ ഈസ് ഓവർ ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിലുള്ള QNൻ്റെയും QN+1ൻ്റെയും വാല്യൂ നോക്കിയിട്ട് വേണം തേർഡ് സൈക്കിളിലേക്ക് മൂവ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ തേർഡ് സൈക്കിളിൽ നമ്മൾ എന്ത് ചെയ്യുവാണ്? 0ഉം 1ഉം ആയിട്ടുള്ള നമ്മളുടെ QNൻ്റെയും QN+1ൻ്റെയും വാല്യൂ നോക്കി. സെയിം സിറ്റുവേഷൻ ആണോ? QNൻ്റെ വാല്യൂ QN+1ൻ്റെ വാല്യൂ എന്താണ്? 0 1 ആണ്. അപ്പോൾ ഒന്നും ഇല്ലായ്മയിൽ നിന്ന് നമുക്ക് 1 എന്നൊരു വാല്യൂ കിട്ടി. സോ സംതിങ് ഈസ് ദെയർ. സോ ഇതൊരു പോസിറ്റീവ് ചേഞ്ച് ആണ്. സോ 0 1 ആണെങ്കിൽ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെ ഓപ്പറേഷൻസ് നമ്മൾ ചെയ്യണം എന്നാണ്? ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? A = അല്ലെങ്കിൽ AC = AC + M ആണ്. AC = AC + M. ദെൻ അരിത്തമാറ്റിക് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? കൗണ്ട് count -1 കൊടുക്കുക. ഈസി അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ചെയ്യുന്നത് എന്താണ്? AC = AC + M. ഈ വാല്യൂസ് എഴുതുമ്പോഴാണ് മാക്സിമം എല്ലാവർക്കും തെറ്റി പോകാറുള്ളത്. ആ ഒരു മിസ്റ്റേക്ക് വരുത്തരുത്. എമ്മിനെ ബോക്സ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ 2's കോംപ്ലിമെൻറ്റ് ഓഫ് എമ്മിനെ എന്ത് ചെയ്യുക? ബോക്സ് ചെയ്ത് വെക്കുക. ഓക്കെ, സോ M എന്താണെന്ന് നമുക്കറിയാം. ഇതാണ് നമ്മളുടെ M എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ M. ഇതാണ് 2's കോംപ്ലിമെൻറ്റ് ഓഫ് M എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ബോക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ 0 11 0 1നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ അടുത്ത സൈക്കിളിൽ നമ്മൾ എന്തെടുത്തു? നമ്മുടെ കയ്യിലുള്ള വാല്യൂ ആയിട്ടുള്ള എയിലുള്ള വാല്യൂ എത്രയായിരുന്നു? 1 1 0 0 1 1 ഇല്ലേ? അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? നമ്മളുടെ ആഡ് ചെയ്യാനായിട്ടുള്ള M വാല്യൂവിനെ കൊണ്ടുവന്നു. അപ്പോഴേക്കും നമുക്ക് എന്താ ആഡ് ചെയ്ത് നോക്കാം. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴേക്കും ഇവിടെ തമ്മിൽ നമുക്ക് ആഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. 1 + 1 0 ആയിരുന്നു. ഓൾറെഡി ഉള്ളൊരു ക്യാരി ഇങ്ങോട്ട് കൊടുത്തു. പിന്നെ നമുക്ക് 0യും 1 ആഡ് ചെയ്യുമ്പോഴേക്കും 1 കിട്ടി. 1ഉം 1 ആഡ് ചെയ്യുമ്പോഴേക്കും 0 കിട്ടി. എഗെയിൻ ഒരു ക്യാരി ഉണ്ട്. 1 + 1 0 കിട്ടും. ക്യാരി ഇവിടെ ഉണ്ട്. സോ 1 ഒരു ക്യാരി ഉണ്ട്. ആ ക്യാരിയെ നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കാർഡ് ചെയ്തു. ഓക്കെ, ക്യാരി നമ്മൾ എടുക്കുന്നത് ഏതിൽ മാത്രമാണ്? സീക്വൻഷ്യൽ കൗണ്ടറിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്തുള്ളൂ? റിപ്പിൾ ആർഡർ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളവിടെ സീക്വൻഷ്യൽ കൗണ്ടറിൽ ആരെ എടുക്കുന്നത്? ക്യാരിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. ബാക്കി എല്ലാ കോണ്ടെക്സ്റ്റുകളിലും നമ്മൾ സബ്ട്രാക്ഷൻ ഡിവിഷൻ ആയിക്കോട്ടെ, മൾട്ടിപ്ലിക്കേഷൻ ആയിക്കോട്ടെ, നമ്മൾ ക്യാരിയെ ഡ്രോപ്പ് ചെയ്യുക ചെയ്യുന്നത് കേട്ടോ.
അപ്പോൾ എന്ത് ചെയ്തു, അഡിഷൻ പ്രോസസ്സ് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം, അരിത്തമാറ്റിക് റൈറ്റ് ഷിഫ്റ്റ്. ആരെയൊക്കെ അരിത്തമാറ്റിക് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്? ഈ 3 രജിസ്റ്റർ കണ്ടൻസിനെയും സിംഗിൾ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അരിത്തമാറ്റിക് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യണം. സോ അപ്പോൾ എന്ത് ചെയ്തു, MSB ബിറ്റ് അങ്ങനെ തന്നെ നമ്മൾ താത്തെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഈ സെയിം ബിറ്റിനെ നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫോം ചെയ്തു. എന്നിട്ട് ഇതിനെ ഇങ്ങോട്ട് കൊടുത്തു, ഇതിനെ ഇങ്ങോട്ട് കൊടുത്തു, ഇതിനെ ഇങ്ങോട്ട് കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്താ ഉള്ളത്, ഈ 0 ഇതിൻ്റെ ഫസ്റ്റ് ബിറ്റായിട്ട് പോയി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു, ഇത് ഇങ്ങോട്ട് പോയി. നെക്സ്റ്റ് ഈ 0 ഇവിടെ വന്നു. ഇനി ഒരു 1 ഉണ്ടായിരുന്നു, അതെന്തായി മാറി, ഡ്രോപ്പായി അല്ലേ. റൈറ്റ് മോസ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോഴേക്കും റൈറ്റ് മോസ്റ്റ് ബിറ്റ് എന്തായി, ഡ്രോപ്പ് ഓഫ് ആവും. ഓക്കെ, ഇത് നോർമൽ അല്ല, ഷിഫ്റ്റ് അല്ല, അരിത്തമാറ്റിക് റൈറ്റ് ഷിഫ്റ്റ് ആണ്. ഓക്കെ, എന്നിടത്തേക്ക് അരിത്തമാറ്റിക് റൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞാൽ വാട്ട് ഇസ് ദ നെക്സ്റ്റ് തിങ്, നമ്മൾ കൗണ്ടിൻ്റെ വാല്യൂ ഒന്ന് കുറയ്ക്കണം. സോ കൗണ്ട് ഇപ്പോൾ ഓൾറെഡി എന്തായിരുന്നു, 3 ആയിരുന്നു. അപ്പോൾ കൗണ്ടിൻ്റെ വാല്യൂ 3 ആയിരുന്നു, അതെന്തായി മാറി, 2 ആയി മാറി. കൗണ്ടിൻ്റെ വാല്യൂ 3 ആയിരുന്നത് എന്തായി മാറി, കൗണ്ട് 2 ആയി മാറി. ഓക്കെ, സോ നമ്മളുടെ തേർഡ് സൈക്കിൾ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് എത്ര സൈക്കിളുണ്ട്, ഒരു സൈക്കിളും കൂടെ ഉള്ളൂ, നമ്മുടെ ലാസ്റ്റ് വൺ അല്ലേ. അതായത് 4 ബിറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 4ാമത്തെ 4ലേക്കും 5ലേക്കും പോകാം. 5 ബിറ്റ്സ് അല്ലേ ഉള്ളത്, 4th 5th സ്റ്റേജിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ തേർഡ് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സൈക്കിളിലേക്ക് മൂവ് ചെയ്യാം. അടുത്ത സൈക്കിളിലേക്ക് മൂവ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ചെക്ക് ചെയ്യുന്നത് ആരുടെയൊക്കെ വാല്യൂസ് ആണ്, QNൻ്റെയും QN+1ൻ്റെയും വാല്യൂ, ദാറ്റ് ഈസ് 1 0. ഇവിടെ എന്താ കിടക്കുന്നത്, 1 0. സോ 1 0 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, QNലും QN+1ലും 1 0 വന്നു കഴിഞ്ഞാൽ എന്താണ്, ഉണ്ടായിരുന്ന വാല്യൂ ഇല്ലാണ്ടായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു നെഗറ്റീവ് ഓപ്പറേഷനാണ്. ദാറ്റ് ഈസ് AC-യിലേക്ക് എന്ത് കൊടുക്കുക, AC മൈനസ് എന്ത് കൊടുക്കുക, നമ്മളുടെ മൾട്ടിപ്ലിക്കൻറ്റിൻ്റെ വാല്യൂ. എന്ന് പറഞ്ഞാൽ 2's കോംപ്ലിമെൻറ്റ് വെച്ച് ആഡ് ചെയ്യണം. സോ AC പ്ലസ് M കോംപ്ലിമെൻറ്റ് +1 ആണല്ലോ. അപ്പോൾ നമുക്കിനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഡയറക്റ്റ്ലി നമ്മൾ M കോംപ്ലിമെൻറ്റിൻ്റെ വാല്യൂ ഇവിടെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് ബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 0 0 1 1 അതിന് നമുക്കെടുത്ത് യൂസ് ചെയ്താൽ മതി. ഓക്കെ, സോ ഇവിടെ നമുക്ക് -M ഇവിടെ വന്നിട്ടുണ്ട്. സോ 1 0 0 1 1 ആണിത്, അതിനെടുത്ത് നമ്മൾ ആഡ് ചെയ്യുവാണ് നമ്മൾ ഓൾറെഡി ഉള്ള Aയിൽ. ഓക്കെ, സോ 1 + 1 നമുക്ക് എന്ത് കിട്ടും, 0. 1 + 1 0 +1 ക്യാരി ഉണ്ട്, 0 + 1 0 0 ക്യാരി ചെല്ലുമ്പോഴേക്കും അത് 1 ആവും. ദെൻ 0 0 0 0 1 1. ഓക്കെ ആണോ? ഓക്കെ, സോ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഓൾറെഡി ഉള്ള നമ്മുടെ QNലെ വാല്യൂ അങ്ങനെ തന്നെ കൊടുക്കുക, 0 1 0 1 1. കാര്യം നമ്മൾ അഡീഷനിലും സബ്ട്രാക്ഷനിലും ചേഞ്ച് വരുന്നത് ആർക്ക് മാത്രമേ ഉള്ളൂ, AC-ക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ നമ്മളുടെ QN+1ൻ്റെ വാല്യൂ അങ്ങനെ തന്നെ കൊടുത്തു. കൗണ്ടിൻ്റെ വാല്യൂ എന്താണ് ഉണ്ടായിരുന്നത് അത് അതുപോലെ തന്നെ കൊടുത്തു, 2 2 അങ്ങനെ തന്നെയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. ഓക്കെ, ഇനിയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഒരു ഓപ്പറേഷനേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഷിഫ്റ്റ് ചെയ്യണം, അരിത്തമാറ്റിക് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ, സോ അരിത്തമാറ്റിക് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നത് എന്താണ്, ഈ ഫുൾ ബിറ്റ്സിനെ വേണം നമുക്ക് അരിത്തമാറ്റിക് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. സോ അപ്പോൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ബിറ്റ് അങ്ങനെ തന്നെ താഴെ എത്തും. എന്നിട്ട് ഈ ബിറ്റിനെ തന്നെ നമ്മളിവിടെ റീയൂസ് ചെയ്യും. എന്നിട്ട് 0 വന്നു, ഇവിടെ 1 വന്നു, ഇവിടെ 1 വന്നു. എന്നിട്ട് ഈ 0 ഇങ്ങോട്ട് പോവും, ഈ 0 ഇങ്ങോട്ട് പോവും, ഈ 1 ഇങ്ങോട്ട് പോവും, ഈ 0 ഇങ്ങോട്ട് പോവും, ഈ 1 ഇങ്ങോട്ട് പോവും, ഈ 1 ഇങ്ങോട്ട് പോവും. അപ്പോൾ ഈ 0 എന്ത് സംഭവിക്കും, ഇത് ഡ്രോപ്പ് ആയി പോവും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൗണ്ടിൻ്റെ വാല്യൂ ഒന്ന് കുറയ്ക്കുക. കൗണ്ട് = കൗണ്ട് -1. അപ്പോൾ 2 ആയിരുന്നല്ലോ കൗണ്ടിൻ്റെ വാല്യൂ, ഈ 2 മാറി അത് എന്തായി മാറും, 1 ആയി മാറും. കൗണ്ടിൻ്റെ വാല്യൂ ഇപ്പോൾ എന്താണ്, 1 ആണ്. സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ, നമ്മളുടെ കണ്ടീഷൻ അനുസരിച്ച് കൗണ്ട് എപ്പോഴാണോ 0 ആവുന്നത് അപ്പോഴേ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഈ പ്രോസസ്സ് നോക്കാം. ഇവിടെ നമ്മൾ കാണുന്നത് എന്താ, QNൻ്റെയും QN+1ൻ്റെയും സ്റ്റാറ്റസ് നോക്കുമ്പോഴേക്കും രണ്ട് QNും QN+1ഉം എന്താണ്, ഈക്വലാണ്. QNും QN+1ഉം ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്ത് മാത്രം ചെയ്താൽ മതി, അരിത്തമാറ്റിക് റൈറ്റ് ഷിഫ്റ്റ്, അതായത് 0 0 ആയിക്കോട്ടെ 1 1 ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഓപ്പറേഷൻസ് എന്താണ്, അരിത്തമാറ്റിക് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, കൗണ്ടിൻ്റെ വാല്യൂ കൗണ്ട് = കൗണ്ട് -1 ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അരിത്തമാറ്റിക് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യാം. റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് MSB അങ്ങനെ തന്നെ താത്തെഴുതുക. എന്നിട്ട് അതിനെ വീണ്ടും യൂസ് ചെയ്യുക. എന്നിട്ട് നമ്മളിങ്ങനെ അതിനെ നമ്മൾ എന്ത് ചെയ്യും, കണക്ട് ചെയ്യും. എന്നിട്ട് ഇവിടെ എത്തി ഈ 1 ഇങ്ങോട്ട് പോയി, ഈ 0 ഇങ്ങോട്ട് പോയി, ഈ 1 ഇങ്ങോട്ട് വന്നു. എന്നിട്ട് ഫൈനലി ഈ ഒരു 1 വന്നിട്ടുണ്ട്, അതെന്താണ്, ഡ്രോപ്പ് ചെയ്യും. പാരലി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, കൗണ്ടിൻ്റെ വാല്യൂ എന്ത് ചെയ്യുക, ഡിക്രിമെൻറ്റ് ചെയ്യുക. സോ 1 ആയിരുന്ന കൗണ്ടിൻ്റെ വാല്യൂ ഇപ്പോൾ എന്തായി മാറി, 0 ആയി മാറി. ഓക്കെ, കൗണ്ടിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ വി ക്യാൻ എൻഡ് ദിസ് പ്രോസസ്സ്, കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു പ്രോസസ്സ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഏതെന്ന് പറയുന്നത്, ബൂത്ത്സ് അൽഗോരിതം വെച്ച് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇനി കംപ്ലീറ്റ് ആയിട്ടില്ല, ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമുക്ക് കിട്ടുന്ന ആൻസർ എവിടെയൊക്കെയാണെന്ന് പറഞ്ഞു, നമ്മളുടെ Aയിലും Qയിലും ഉള്ള വാല്യൂസാണ് ഫുള്ളായിട്ടാണ് നമ്മൾ റിസൾട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. നോക്കിക്കേ, ഇവിടെ 1 1 1 0 1 ആണ്, ഇവിടെ 1 0 0 1 0 ആണ്. ഓക്കെ,
അപ്പോൾ ഇതിൻ്റെ വാല്യൂ സാധാരണ നമുക്കൊരു ബൈനറി കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ഡെസിമൽ വാല്യൂ ആക്കി മാറ്റാൻ വേണ്ടി നമ്മളതിൻ്റെ പൊസിഷൻ ബേസിസിൽ 2ൻ്റെ പവർ വെച്ച് മൾട്ടിപ്ലൈ ആണല്ലോ. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമ്മുടെ റിസൾട്ട് നോക്കുക. റിസൾട്ടിൻ്റെ സൈൻ ബിറ്റ് 1 ആണെങ്കിൽ, MSB ബിറ്റ് 1 ആണെങ്കിൽ എന്താണ്, ഒരു നെഗറ്റീവ് നമ്പറാണ്. അപ്പോൾ നെഗറ്റീവ് നമ്പറിൻ്റെ എക്സാക്റ്റ് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് എടുക്കണം അല്ലേ. അറിയാമല്ലോ അത്. ഇപ്പം -6 ആണ്. ഇപ്പോൾ 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നോർമലി നമ്മൾ 6 8421 കോഡ് വെച്ചിട്ട് നമ്മൾ 6 എന്ന് പറയുമ്പോഴേക്കും 0110 ആണെന്ന് നമുക്കറിയാം അല്ലേ. ഇത് നമ്മുടെ +6 ആണ്. ഇപ്പോൾ ഈ സൈനും കൂടെ എഴുതുന്ന സമയത്ത് ഇത് +6 ആണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്തു, -6 ആക്കി. -6 ആക്കി എങ്ങനെയാണ്, ഇതിൻ്റെ ജസ്റ്റ് റിവേഴ്സ് ചെയ്തിട്ട് +1 ചെയ്തു. ദെൻ നമുക്ക് എന്ത് കിട്ടി, -6 കിട്ടി. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത് എന്താണ്, -6 ആണ്. ഇതൊരു നെഗറ്റീവ് വാല്യൂ ആണ്. ഇത് -6 അല്ലേ. അപ്പോൾ -6ൻ്റെ ശരിക്കുള്ള ബൈനറി വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ഡെസിമൽ വാല്യൂ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ സൈൻ ബിറ്റിനെ എന്ത് ചെയ്യണം, നമ്മൾ 1 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, ഇതൊരു നെഗറ്റീവ് നമ്പറാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ നെഗറ്റീവ് നമ്പറിൻ്റെ എക്സാക്റ്റ് ബൈനറി വാല്യൂ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ എന്ത് ചെയ്യണം, 2's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത് 0 0 1 0 1 എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ +1 ആഡ് ചെയ്യണം. 1 + 1 0. ഇവിടെ നമുക്ക് എന്ത് കിട്ടും, 1 കിട്ടും, 1 കിട്ടും, 0 കിട്ടും, 0 കിട്ടും. മനസ്സിലായോ. അപ്പോൾ ഈ 2's കോംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, 6 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ 6 ആണ് നമുക്കിവിടെ ആൻസറായിട്ട് കിട്ടിയിരുന്നെങ്കിൽ അത് 6 ആണെന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇതാണ് -6ൻ്റെ ഫോം. അപ്പോൾ -6 ആണ് ആൻസറായിട്ട് കിട്ടിയിരുന്നെങ്കിൽ അത് ആക്ച്വലി അത് -6 ആണെന്ന് കാണിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന് 2's കോംപ്ലിമെൻറ്റ് എടുക്കണം. അത്രയും നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റായിട്ട് കിട്ടുന്ന എയിലും ക്യൂയിലുള്ള വാല്യൂ നോക്കുന്ന സമയത്ത് MSBയിൽ 1 ആണ് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, നമുക്ക് ഒരു നെഗറ്റീവ് വാല്യൂ ആണ് നമുക്ക് പ്രൊഡക്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. ആ നെഗറ്റീവ് വാല്യൂവിൻ്റെ ഡെസിമൽ ഇക്വലൻ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് എടുക്കണം. ബൈനറി ഡിജിറ്റ്സിൻ്റെ 2's കോംപ്ലിമെൻറ്റ് എടുത്തതിന് ശേഷമേ നമ്മൾ 2's പവർ വാല്യൂസ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. സോ ഇൻ ടോട്ടൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് വി വിൽ ഗെറ്റ് എന്താണ് 78 എന്ന് കിട്ടും. സോ 78ന് നമ്മൾ കൊടുക്കേണ്ട സൈൻ എന്തായിരിക്കണം, മൈനസ് സൈൻ ആയിരിക്കണം. ബിക്കോസ് ഇവിടുത്തെ സൈൻ ബിറ്റ് എന്തായിരുന്നു, 1 ആയിരുന്നു. മനസ്സിലായോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കാണുമ്പോഴേക്കും നമ്മൾ -6 എന്ന് എഴുതുന്ന പോലെ തന്നെ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ 6 എന്ന് ഇൻ്റർപ്രിറ്റ് ചെയ്യും അല്ലേ. സോ ഇവിടുത്തെ സൈൻ ബിറ്റിനനുസരിച്ച് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് പോർഷൻ കിട്ടും. എന്നിട്ട് അതിൻ്റെ സൈൻ ബിറ്റിനനുസരിച്ച് നമ്മൾ അതിൻ്റെ സൈൻ സെറ്റ് ചെയ്യണം. സോ ഇങ്ങനെയാണ് നമ്മൾ നോർമലി ചെയ്യുന്നത്. ഇത്ര വരെ ചെയ്ത് കഴിഞ്ഞിട്ട് എയും ക്യൂ എടുത്ത് എഴുതി വെച്ച് കഴിഞ്ഞാൽ മാത്രം ആൻസർ ആവത്തില്ല. നിങ്ങൾക്ക് 1 മാർക്കെങ്കിലും നഷ്ടപ്പെടും ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ ഡെസിമൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് കുറേ എക്സാമ്പിൾസ് അവർ വർക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് 2 നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ കേസ് ഇത് ഞാൻ പറയാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു പോസിറ്റീവ് ആൻസർ ആയിരിക്കും. കണ്ടോ, ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടുന്നത്. ആ പോസിറ്റീവ് വാല്യൂവിനെ നമ്മൾ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്താൽ മതി, 2ൻ്റെ പവർ വെച്ചിട്ടങ്ങ് നമ്മളതിനെ ഡെസിമലാക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു സംഭവം കവർ ആവാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ, ഈ സെക്കൻഡ് എക്സാമ്പിൾ എടുത്തിട്ട് നമ്മൾ അൽഗോരിതം വർക്ക് ഓൺ ചെയ്ത് കാണിച്ചത്. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ മൾട്ടിപ്ലിക്കൻ്റ് നെഗറ്റീവ് ആവുന്നതും മൾട്ടിപ്ലയർ നെഗറ്റീവ് ആവുന്നതും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, -11 +18 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന എന്തുമായിരിക്കും, ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും അല്ലേ. ആ നെഗറ്റീവ് വാല്യൂവിന് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ ഈക്വലൻ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് കണ്ടെത്തിയിട്ട് ഇതാണ് അതിൻ്റെ 2's കോംപ്ലിമെൻറ്റ്. ആ 2's കോംപ്ലിമെൻറ്റിൽ നമ്മൾ 2ൻ്റെ പവർ അപ്ലൈ ചെയ്തിട്ട് സൈൻ എന്തായിട്ട് കൊടുക്കണം, നെഗറ്റീവ് സൈനായിട്ട് കൊടുക്കുക. സോ -88 ആയിരിക്കും ആൻസറായിട്ട് കിട്ടുന്നത്. സോ 4 കോണ്ടെക്സ്റ്റുകളിലും അവർ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് വർക്ക് ഓൺ ചെയ്യുക. വേരിയബിൾസിൻ്റെ പേരൊന്നും മാറ്റരുത്. ഓക്കെ, വേരിയബിൾസിൻ്റെ പേര് മാറ്റണം. അതായത് നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ്, നമ്മൾ ഇവർ BR എന്ന് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ്, M ആയിട്ടാണ്. പിന്നെ അവർ Q ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മളുടെ Q തന്നെയാണ്. പിന്നെ QN+1 വരുന്നുണ്ട്. പിന്നെ AC എന്നാണ് Aക്ക് അവർ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നമ്മുടെ ആൻസറിൽ മാറ്റി എഴുതുക. ഒരിക്കലും ഏതെങ്കിലും ഒരു മെത്തേഡ് പഠിച്ചാൽ മതി, BR പഠിക്കേണ്ട, M വെച്ചിട്ട് തന്നെ നോക്കിയാൽ മതി. ഓക്കെ, ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബൂത്തിൻ്റെ കേസിൽ. ബൂത്ത് റെക്കോർഡിങ്സ് എന്നോ അല്ലെങ്കിൽ ബൂത്ത് റീഓർഡറിങ്സ് എന്നോ അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കും. ഓക്കെ, അപ്പോൾ ബൂത്ത് അൽഗോരിതം എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ശരിക്കും നോക്കിയില്ലേ, അതായത് 2 നമ്പേഴ്സിൻ്റെ സിഗ്നിഫിക്കൻസിനനുസരിച്ചിട്ട് 0 1 1 0 എന്നുള്ള കോമ്പിനേഷൻ അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു, എമ്മിനെ ആഡ് ചെയ്യുകയും എമ്മിനെ ആഡ് ചെയ്യുകയും എമ്മിനെ സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യത്തില്ലേ. ആ സെയിം പ്രോസസ്സ് തന്നെ ഒരു മൾട്ടിപ്ലയറിനകത്ത് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബൂത്തിൻ്റെ റെക്കോർഡിങ്സിനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു സീക്വൻസിനെയാണ് ബൂത്ത് റെക്കോർഡിങ്സ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ ശരിക്കും ഇതാണ് നമ്മുടെ മൾട്ടിപ്ലയർ എന്ന് വിചാരിക്കാം. അപ്പോൾ മൾട്ടിപ്ലയറിനെ എന്ത് ചെയ്യുക, ഫുൾ ബിറ്റ്സിൽ നമ്മളങ്ങ് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, സോ മൾട്ടിപ്ലയറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇത്രയും ബിറ്റ്സാണുള്ളതെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും, ആദ്യമേ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഒരു 0 കൊടുക്കും. ഓക്കെ, എന്ത് കൊടുക്കും, നമ്മളൊരു 0 ലൈറ്റ് മോസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു 0 കൊടുക്കും. അപ്പോൾ 0 അതായത് ഇത്രയാണ് നമ്മുടെ മൾട്ടിപ്ലയർ എങ്കിൽ അതിന് നമ്മൾ റൈറ്റ് മോസ്റ്റ് നമ്മൾ എന്ത് കൊടുക്കും, ഒരു 0 കൊടുക്കും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, ഈ 2 ബിറ്റ്സ് തമ്മിൽ കമ്പയർ ചെയ്യും. ഇതാണ് നമ്മുടെ QN-ഉം ഇതാണ് നമ്മുടെ QN+1-ഉം. ഇപ്പം QN-ഉം QN+1-ഉം 0 ആണെങ്കിൽ നമ്മുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്ത്
എന്തുമായിരിക്കും 0 ആയിരിക്കും. കുഴപ്പമില്ലല്ലോ. ഇനി അടുത്തത് നോക്കിക്കേ, അടുത്ത ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യണം. റൈറ്റ് ടു ലെഫ്റ്റ് ആണ് നമ്മൾ മൂവ് ചെയ്യുന്നത് ഈ റെക്കോർഡിംഗ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ നോക്കുന്നത് എന്താ, 1ഉം 0യും. 1ഉം 0 എന്ന് പറഞ്ഞാൽ എന്താ, ഉണ്ടായിരുന്നു ഇല്ലാണ്ടായി. അപ്പോൾ നമുക്ക് എന്താണ്, ഒരു നെഗറ്റീവ് എഫക്റ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് വെച്ച് ഡിനോട്ട് ചെയ്യും, -1 വെച്ച് ഡിനോട്ട് ചെയ്യും. അൽഗോരിതത്തിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്, A = A - m ചെയ്യും. ആ സെയിം തിങ് തന്നെ, ഒരു നെഗറ്റീവ് വാല്യൂ -1 കൊടുക്കും. എന്നിട്ട് അടുത്ത അഡ്ജസൻ്റ് ആയിട്ടുള്ള 2 ബിറ്റ്സിനെ നോക്കും. അപ്പോൾ അടുത്തതിനകത്ത് നോക്കുന്നത് എന്താ, ഈ 1ഉം ഈ 1ഉം. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ വേണം നമ്മൾ മൂവ് ചെയ്യാനായിട്ട്. ഫസ്റ്റ് നമ്മൾ ഏറ്റവും റൈറ്റ് ബിറ്റ്, അതായത് Qn+1 നമ്മൾ കൊടുക്കുന്ന വാല്യൂ എന്തായിരുന്നു, അൽഗോരിതത്തിൽ 0 ആയിരുന്നു. അത് സെയിം വേ Qn+1 നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുന്ന വാല്യൂ എന്താണ്, 0 ആണ്. എന്നിട്ട് നമ്മുടെ ഈ ഒരു മൾട്ടിപ്ലയറിനകത്തുള്ള ലാസ്റ്റ് ബിറ്റ് തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യും. അത് രണ്ടും 0 ആണെങ്കിൽ എന്ത് കൊടുക്കുക, 0 കൊടുക്കുക. എന്നിട്ട് തൊട്ട് ലെഫ്റ്റിലുള്ള വാല്യൂ, ദാറ്റ് ഈസ് 1ഉം 0യും കൂടെ നോക്കി. സോ അപ്പോൾ നമുക്ക് നെഗറ്റീവ് കിട്ടി. ഇനി അടുത്ത് നെക്സ്റ്റ് നോക്കുന്നത് എന്താണ്, 1ഉം 1ഉം കൂടെ നോക്കും. 1ഉം 1ഉം കൂടെ നോക്കുമ്പോൾ എന്താണ്, രണ്ടും സെയിം ആണ്. സോ നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഒരു വാല്യൂം ജനറേറ്റ് ചെയ്തില്ല. അതായത് നമ്മൾ സിംപ്ലി ആഡ് ചെയ്യുന്നും സബ്ട്രാക്ട് ചെയ്യുന്നും ഇല്ലല്ലോ, നമ്മൾ സിംപ്ലി ഷിഫ്റ്റിംഗ് എന്നല്ലേ പറഞ്ഞുള്ളൂ. അപ്പോൾ അവിടുത്തെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, 0 ആണ്. അടുത്ത് നോക്കുന്നത് എന്താണ്, ഇവരെ രണ്ടുപേരെയും തമ്മിൽ നോക്കും. അതായത് ഇപ്പോൾ ലാസ്റ്റ് വിസിറ്റ് ചെയ്തതും തൊട്ട് മുന്നേ ഉള്ളതും കൂടെ. അപ്പോൾ 0 1 എന്താണ്, ഇല്ലായ്മയിൽ നിന്ന് ഉണ്ട്. അപ്പോൾ എന്താണ്, അവിടെ ഒരു പോസിറ്റീവ് സിഗ്നിഫിക്കൻസ്. സോ നമ്മൾ എന്ത് കൊടുക്കും, +1 കൊടുക്കും. ഇനി അടുത്തത് ഇവർ രണ്ടുപേരും. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, 1 0 ഉണ്ടായിരുന്ന വാല്യൂ ഇല്ലാണ്ടായി. സോ നമ്മൾ കൊടുക്കുന്നത് എന്തായിരിക്കും, നെഗറ്റീവ് വാല്യൂ. നെക്സ്റ്റ് എന്താണ്, 0 1 അപ്പോൾ ഇല്ലായിരുന്നു, ജസ്റ്റ് 1 ആയി. അപ്പോൾ അവിടെ നിന്നാണ് ഒരു പോസിറ്റീവ് റെക്കോർഡിംഗ് ആണ് കൊടുക്കുക. നെക്സ്റ്റ് 1 0 എന്ന് പറയുമ്പോഴേക്കും എന്താണ്, നെഗറ്റീവ് റെക്കോർഡിംഗ് കൊടുക്കുക. അടുത്തത് 1ഉം 1ഉം എന്ന് പറയുമ്പോൾ എന്താണ്, 0 ആയി മാറും. രണ്ടും ഈക്വൽ ആണെങ്കിൽ 0 കൊടുക്കുക. നെക്സ്റ്റ് 1ഉം 1ഉം രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്ത് കൊടുക്കുക, 0 കൊടുക്കുക. നെക്സ്റ്റ് 0യും 1ഉം എന്ന് പറയുമ്പോൾ എന്താ, ഇല്ലായിരുന്നു ഉണ്ടായി. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും, +1. അടുത്ത നോക്കിക്കേ, 0 0 എന്ന് പറയുമ്പോൾ എന്താ, ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും, 0 കൊടുക്കും. 1 0 എന്ന് പറയുമ്പോൾ എന്താ, ഉണ്ടായിരുന്നു ഇല്ലാണ്ടായി. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും, -1 കൊടുക്കും. നെക്സ്റ്റ് 1 1 എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ടും ഈക്വൽ ആണ്. സോ നമ്മൾ എന്ത് കൊടുക്കും, 0 കൊടുക്കും. നെക്സ്റ്റ് 0 1 എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ്, ഉണ്ടായിരുന്നു ഇല്ലാണ്ടായി. സോ ഇല്ലായിരുന്നു ഉണ്ടായി. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും, +1 കൊടുക്കും. നെക്സ്റ്റ് 1 0 എന്ന് പറയുമ്പോൾ എന്താണ്, ഉണ്ടായിരുന്നു ഇല്ലാണ്ടായി. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും, നെഗറ്റീവ് വാല്യൂ കൊടുക്കും. നെക്സ്റ്റ് 0 1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇല്ലായിരുന്നു ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും, +1 കൊടുക്കും. നെക്സ്റ്റ് രണ്ടും ഈക്വൽ ആണ് എന്ത് കൊടുക്കുക, 0 കൊടുക്കുക. അപ്പോൾ ഇതാണ് റെക്കോർഡിങ്സ് ഓഫ് എ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മുടെ അൽഗോരിതം നമ്മളവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചില കേസസിൽ അവരൊരു മൾട്ടിപ്ലയർ തന്നിട്ട് അതിൻ്റെ റെക്കോർഡിങ്സ് ഫോമുലേറ്റ് ചെയ്യാൻ പറയും. ഓക്കെ, അപ്പം ഈ ഒരു ഇതിൻ്റെ ബെസ്റ്റ് കേസ്, വേസ്റ്റ് കേസ്, ആവറേജ് കേസ് എന്നൊക്കെ പറയും. അപ്പോൾ ഒരു ഗുഡ് മൾട്ടിപ്ലയർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രാൻസിഷൻസ് 0യും 1ഉം എപ്പോഴും ട്രാൻസിഷൻസ് ഒരു സ്പെസിഫിക് ലെവലിലായിരിക്കും. നോക്കിക്കേ, ഇവിടെ കുറച്ച് സീറോസ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് 1s വരും. അത് കഴിഞ്ഞിട്ട് സെറ്റ് ഓഫ് സീറോസ് വരും, പിന്നെ കുറച്ച് 1s വരും. ഓക്കെ, അപ്പോൾ അവിടുത്തെ ഒരു ട്രാൻസിഷൻസ് വളരെ കുറവായിരിക്കും. അതേസമയം വേസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു 0 വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ 1 വരും. നെക്സ്റ്റ് 1 വന്നാൽ പിന്നെ 0 വരും. നെക്സ്റ്റ് ഒരു 1 വരും, പിന്നെ 0 വരും, 0 വരും, 1 വരും. ഇങ്ങനെ എല്ലാം ഇങ്ങനെ എന്താണ് 1 by 1 ആയിട്ട്, അതായത് ഒരു ബിറ്റ് കഴിഞ്ഞാൽ അടുത്ത ബിറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് വേസ്റ്റ് മൾട്ടിപ്ലയർ നമ്മൾ പറയുന്നത്, അതിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇനി ഓർഡിനറി എന്ന് പറയുമ്പോഴേക്കും കുറച്ച് കോമ്പിനേഷൻ ആയിരിക്കും. പക്ഷേ ഇത്രയും അങ്ങൊരു ലോങ് സെറ്റ് ഓഫ് സീറോസും ലോങ് സെറ്റ് ഓഫ് 1s നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് 1 2 പെയറിംഗ് എങ്കിലും അവിടെ ഇവിടെയും കാണും. അപ്പോൾ മിനിമം 2 1s വരും. പിന്നെ സബ്സീക്വൻ്റ് ആയിട്ട് സീറോസ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു 1 വന്നു, ഒരു 0 വന്നു. അപ്പോൾ ഇതൊരു നൈസ് കോമ്പിനേഷൻ അല്ല. പക്ഷേ പിന്നെ ഒരു 1സിൻ്റെ സെറ്റ് വന്നു, നെക്സ്റ്റ് ഒരു 0 വന്നു. അത് നമുക്കത്ര സാറ്റിസ്ഫൈബിൾ അല്ല. പിന്നെ 1സിൻ്റെ ഒരു നല്ല സെറ്റ് വന്നു, പിന്നെ സീറോസിൻ്റെ ഒരു സെറ്റ് വന്നു. സോ ഇറ്റ്സ് ആൻ ആവറേജ്, ഒരു ഓർഡിനറി മൾട്ടിപ്ലയർ ആണ്. അപ്പോൾ മൾട്ടിപ്ലയറിൻ്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോഴേക്കും, അല്ലെങ്കിൽ ബെസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ, അല്ലെങ്കിൽ നല്ല ബെറ്റർ ക്വാളിറ്റി, അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും, നമുക്ക് ഈ ഒരു ഗുഡ് മൾട്ടിപ്ലയറിൻ്റെ ബൂത്ത് റെക്കോർഡിങ്സ് കിട്ടുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയാണ് ബൂത്ത് റെക്കോർഡിങ്സിനകത്ത് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അത് ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഈ ഒരു നോട്ട് വായിക്കുമ്പോഴേക്കും, ഇൻ ജനറൽ ഇൻ ദ ബൂത്ത് അൽഗോരിതം -1 ടൈംസ് ദ ഷിഫ്റ്റഡ് മൾട്ടിപ്ലിക്കൻ്റ് ഈസ് സെലക്റ്റഡ് വെൻ മൂവിങ് ഫ്രം 0 to 1. 0 to 1 ആകുമ്പോഴേക്കും നമ്മൾ കൊടുക്കുന്നത് എന്താണ്, -1 ആണ്. ആൻഡ് +1 ടൈംസ് ദ ഷിഫ്റ്റഡ് മൾട്ടിപ്ലിക്കൻ്റ് ഈസ് സെലക്റ്റഡ് വെൻ മൂവിങ് ഫ്രം 1 to 0. അപ്പോൾ 1 to 0 നമ്മൾ പോകുന്നതെങ്കിൽ എന്തായിരിക്കും, ഇത് നമുക്ക് +1 ടൈംസ് ആയിരിക്കും ഷിഫ്റ്റഡ് വാല്യൂസ് നമ്മൾ കൊടുക്കുന്നത്. ആസ് ദ മൾട്ടിപ്ലയർ ഈസ് സ്കാൻഡ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. ഇതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓർഡർ നമ്മൾ എടുക്കുന്ന ഈ ഒരു ഓർഡർ നോക്കിയാൽ മതി. അതായത് Qnഉം
Qn plus 1 എഴുതി തെറ്റിക്കരുതേ. ഓക്കെ, the case when LSB of the multiplier is 1, it is handled by assuming that the implied 0 lies on its right. ഓക്കെ, അപ്പോൾ ശരിക്കും ഈ വാല്യൂസ് ക്യൂനും ക്യൂൻ പ്ലസ് 1 1 ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. അതുപോലെ തന്നെ ക്യൂനും ക്യൂൻ പ്ലസ് 1 0 ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എഫക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അത് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതിയാൽ മതി. ഇതിനടുത്തതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷനും ഓർഡിനറി കോമ്പിനേഷനും അല്ലെങ്കിൽ ആവറേജ് കോമ്പിനേഷനും പിന്നെ ഒരു ഗുഡ് മൾട്ടിപ്ലയർ എന്താണെന്നുള്ളതും ഒരു എഴുതാൻ എക്സാമ്പിൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സീക്വൻസ് ഓഫ് സീറോസ് ഫോളോഡ് ബൈ എ സീക്വൻസ് ഓഫ് വൺസ്. അതായത് 1-2 എണ്ണം ഇടയ്ക്ക് ഇങ്ങനെ സ്ക്രാമ്പിൾഡ് ആയിട്ട് വരില്ല. ഒരു 0 വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പെയർ ചെയ്ത് കുറച്ച് നമ്പർ ഓഫ് സീറോസ് വരും. 1 വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പെയർ ചെയ്ത് കുറച്ച് നമ്പർ ഓഫ് വൺസ് വരും. പിന്നെ അതുപോലെ തന്നെ വരും. എങ്കിൽ എല്ലാം ഫുൾ സീറോസ് ആൻഡ് വൺസ്. ഇപ്പം 12 എണ്ണം ഉണ്ടെങ്കിൽ 6 സീറോസും 6 വൺസും അങ്ങനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ നമുക്കൊരു കോമ്പിനേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ അവിടെ ഓൾമോസ്റ്റ് 2 or 3 ആയിട്ട് പേഴ്സായിട്ടായിരിക്കും അവർ വരിക. ഓക്കെ, അതാണ് ബൂത്ത് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. പിന്നെ അഡ്വാൻറ്റേജസ് ചോദിക്കാം ബൂത്ത് അൽഗോരിതത്തിൻ്റെ. നമുക്ക് ശരിക്കും നെഗറ്റീവും പോസിറ്റീവ് നമ്പേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് ആരെ യൂസ് ചെയ്യാം? ബൂത്ത് അൽഗോരിതം യൂസ് ചെയ്യാം. സോ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള പോസിറ്റീവ് അല്ലെങ്കിൽ നോർമൽ നമ്പേഴ്സിനെ, അൺസൈൻഡ് നമ്പേഴ്സിനെ ആണ് ഇതുവരെ പഠിച്ചിട്ടുള്ള നമ്മുടെ കോമ്പിനേഷണൽ സർക്യൂട്ട് ആയിക്കോട്ടെ സീക്വൻഷ്യൽ സർക്യൂട്ടായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. നമുക്ക് 2 ടൈപ്പ് ഓഫ് നമ്പേഴ്സിനെ, പോസിറ്റീവും നെഗറ്റീവും മൾട്ടിപ്ലിക്കൻ്റ് ആയാലും മൾട്ടിപ്ലയർ ആയിട്ട് വന്നാലും രണ്ടിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് ബൂത്ത് മൾട്ടിപ്ലയറിനാണ്. ചിലപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇങ്ങനെ ചോദിക്കാം: സപ്പോസ് ഇഫ് യു വോണ്ട് ടു മൾട്ടിപ്ലൈ -18 and 20, then which multiplication procedure can be used for the best or which method will be best suited for this multiplication procedure എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമുക്ക് ഒരു സീക്വൻഷ്യൽ മൾട്ടിപ്ലയർ വെച്ചിട്ടോ ഒരു അറേ മൾട്ടിപ്ലയർ വെച്ചിട്ടോ നമുക്കിതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മൾട്ടിപ്ലിക്കേഷൻ പ്രൊസീജിയർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നവരായിരിക്കും ബൂത്ത് ആയിരിക്കും, അല്ലേ? ഇതിന് സൈൻ ഒന്നും നമ്മൾ കെയർ ചെയ്യാതിരിക്കും. അതായത് അറേ മൾട്ടിപ്ലയർ വെച്ചിട്ടും സീക്വൻഷ്യൽ മൾട്ടിപ്ലയറിൻ്റെ കേസിൽ നമ്മളിതിൻ്റെ സൈൻസിനെ നമ്മൾ കെയർ ചെയ്യുന്നതേ ഇല്ല. അതേസമയം ബൂത്തിൽ നമ്മൾ രണ്ടും ഡീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ബൂത്ത് അൽഗോരിതം ഡീൽസ് വിത്ത് സൈൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഗിവൺ നമ്പേഴ്സ് ആൻഡ് ഇറ്റ് സ്പീഡ് അപ്പ് ദ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്. ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻ്റ് എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഇങ്ങ് തട്ടി വിട്ടോണം കേട്ടോ. അപ്പോൾ അങ്ങനെ എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ ബാക്കിയുള്ള ക്ലാസ്സിൽ ചെയ്യിക്കാത്ത പ്രോബ്ലംസ് ട്യൂട്ടോറിയലായിട്ട് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ട്യൂട്ടോറിയൽസ്, ഓക്കെ, ആ ട്യൂട്ടോറിയൽസ് ചെയ്തിട്ട് വരിക. ഇതൊരു ട്യൂട്ടോറിയൽ ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ദിസ് വൺ ഇറ്റ്സ് ഓൾസോ എ ട്യൂട്ടോറിയൽ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരണം. ഓക്കെ.